ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ വയനാടൻ വ്ളോഗിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ സെക്കൻഡ് വ്ളോഗാണ് കേട്ടോ അത്. ഇന്നലത്തെ ക്ഷീണം കൊണ്ട് ഞങ്ങളൊക്കെ എഴുന്നേൽക്കാൻ പിന്നെ കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കല്ലൂസാണെങ്കിൽ കഴുകിച്ചൊക്കെ ഞാൻ അവളെ രാവിലെ തന്നെ കഴുകിച്ചൊക്കെ വിട്ടതാട്ടോ ഉറങ്ങി നീറ്റിട്ട്. അതിനുശേഷം തണുക്കുന്നതെന്ന് പറഞ്ഞ് കിടക്കുക കേട്ടോ. ആ ബിസ്ക്കറ്റ് വാങ്ങാനോ? എന്തിനാ ബിസ്ക്കറ്റ് തിന്നാനോ? കുമ്പ് വിശക്കുണ്ടോ? അവൾക്ക് പിന്നെ അവളുടെ എല്ലാ കലാപരിപാടികളും കഴിഞ്ഞപ്പോൾ കാറ്റ് കയറി. അപ്പോൾ പിന്നെ അച്ഛനും മോളും കൂടെ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കാമെന്നും പറഞ്ഞ് പോവുക കേട്ടോ. ഞങ്ങൾ ഓൾറെഡി ലേറ്റ് ആയിട്ടാണല്ലോ എഴുന്നേറ്റ് തന്നെ, അതുകൊണ്ട് തന്നെ ഇനി ഒരുങ്ങി പിടിച്ച് വരുമ്പോഴേക്കും ഒരു നേരമാവുന്നറിയാം. അപ്പോൾ പിന്നെ വിശപ്പനെങ്ങനെങ്കിലും പിടിച്ചു നിർത്തണമല്ലോ. അതൊക്കെ വാങ്ങിച്ചത് അവരിവിടെ എത്തി. അച്ഛനും മോളും എവിടെയോ പോയി വാങ്ങിച്ചു വന്നതായിരുന്നു. സൺഡേ ആയതുകൊണ്ട് കടയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പം എവിടെയോ പോയിട്ട് വാങ്ങിച്ചതാണ്. ഞങ്ങളെല്ലാവരും എന്നിട്ട് ഇരുന്ന് കഴിച്ചു കേട്ടോ. ആൻഡ് ദിസ് ഈസ് മൈ ടുഡേയ്സ് ഔട്ട്ഫിറ്റ്. ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ. പിന്നെ കല്ലൂസിൻ്റെ ഇതും. കല്ലൂസ് റെഡി ആയതിനു ശേഷം അടുത്ത റൂമിൽ പോയിട്ട് ഞങ്ങളുടെ കൂടെ ഉള്ളവരെ വിളിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അവർക്ക് പിന്നെ ഒരുങ്ങി കഴിഞ്ഞാൽ പിന്നെ അധികം നേരം നിൽക്കുന്നതിനെ കൊണ്ട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറന്ന് നടക്കും, പുറത്തിറങ്ങണം എങ്ങനെയായാലും. പിന്നെ പിള്ളേർക്കൊക്കെ ഒരു ഔട്ട്ഫിറ്റിനെ കൊണ്ട് തികയത്തില്ലല്ലോ, അതും പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ഓരോ പ്രോഗ്രാമിന് പോകുമ്പോൾ. ഇത് അവൾ തന്നെ ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി കണ്ടുപിടിച്ച വഴിയാട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു നേരമായിട്ടുണ്ട്. 12 മണിക്കാണ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. ഞങ്ങളോട് രാവിലെ തന്നെ എത്താൻ പറഞ്ഞതായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും ഒരു നേരമായിട്ടുണ്ടായിരുന്നു. ലഞ്ചിന് കണക്കായി ഇറങ്ങിയ പോലെ ആയിരുന്നു. ഇനി അവിടെ എത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വല്ലതും ഉണ്ടോ നോക്കട്ടെ. പിള്ളേരെ കൊണ്ട് നമുക്ക് വലിയ അലമ്പൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അവരെല്ലാം എൻജോയ് ചെയ്ത് അങ്ങ് പോയി. കല്ലൂസിനെ പിന്നെ തീരെയും പറയണ്ട. എങ്ങോട്ടെങ്കിലും പോകുകയെന്ന് വെച്ചാൽ അതിലും വലിയ ഇൻട്രസ്റ്റിംഗ് ഐറ്റം അവൾക്ക് വേറൊന്നുമില്ല. ഞങ്ങളിതേ അവിടെ എത്തിയപ്പോൾ അമ്മൂസ് ഇതേ മേക്കപ്പിലായിരുന്നു കേട്ടോ. നമ്മുടെ വയനാടിനാണെങ്കിൽ അതിൻ്റേതായ ബിസിയിലിങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തനൂട്ടിയും കല്ലുവാണെങ്കിൽ ഇന്നലെ കൊണ്ടുവന്ന ഗിഫ്റ്റ് കിട്ടിയ കുഞ്ഞു പൂച്ചക്കുട്ടിയില്ലായിരുന്നോ, അതിൻ്റെ പിന്നാലെയായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് അവിടെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്കായിട്ട് ബാക്കി വെച്ചതുണ്ടായിരുന്നു. അത് കഴിച്ചിറങ്ങിയായിരുന്നപ്പോൾ അമ്മൂസ് ദേ ഫൈനൽ ടച്ചപ്പിലായിരുന്നു കേട്ടോ. കല്ലൂസാണെങ്കിൽ ഇവിടേക്ക് എത്തിയതും ഹെയർ ബാൻഡും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ തന്നേൽപ്പിച്ച് അവളുടെ പാട്ടിന് പോകാൻ തുടങ്ങി. പിന്നെ ഇങ്ങനെ ആൾക്കാരുടെ വരവായി എല്ലാവരെയും സ്വീകരിക്കലും സൽക്കരിയിലും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ ഞാൻ ആലോചിച്ചത്, ഇന്നലെ പ്ലേ ബട്ടൺസിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, പക്ഷെ അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇന്ന് പോയിട്ട് ഞാൻ അതൊക്കെ അങ്ങ് വീഡിയോ എടുത്ത് 2 സിൽവർ ബട്ടൻ്റെ നടുവിലൊരു ഗ്യാപ്പിൽ എടുക്കുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ അടുത്ത ഡയമണ്ട് പ്ലേ ബട്ടൻ്റെ സ്പേസ് ആണെന്ന് തോന്നുന്നു. അപ്പോഴാണ് അവിടേക്ക് നമ്മുടെ ഈ യൂട്യൂബേഴ്സ് വന്നത്. നമുക്ക് ഏതായാലും വേറെ പണിയൊന്നുമില്ലല്ലോ, അതോടെ ചെറിയൊരു വീഡിയോ അവരുടേതും എടുത്തു. അത് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ അടുത്ത ടീംസ് വന്നത് കണ്ട്. അങ്ങനെ ഒരുപാട് യൂട്യൂബേഴ്സ് വന്നിരുന്നു. അവരെയൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് തന്നെ കേട്ടോ. അവരൊക്കെ അങ്ങനെ കണ്ട് ആസ്വദിച്ച് അവരെയും വീഡിയോ എടുത്ത് ഞാനവിടെ അങ്ങനെ ഇരുന്നു. അപ്പോൾ മോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോളെ തോളിലിട്ടുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അവളെ കിടത്താൻ കൂടിയ റൂമിൽ എവിടെയും സ്ഥലമില്ലാതെ ആയിപ്പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് റൂം കിട്ടിയിട്ടോ. അവരുടെ തന്നെ മാസ്റ്റർ ബെഡ്റൂമിലായിരുന്നു. അവിടെ അവളെ കിടത്തിയതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കാൻ പോയി. തിരിച്ചു വന്നപ്പോൾ ഇവരവരുടെ മോളെ ഉറക്കാൻ പാടുപെടുന്നുണ്ട്. ആ ബഹളത്തിൻ്റെ ഇടയിലൊന്നും മോൾ ഉറങ്ങി കിട്ടുന്നില്ല അവർക്ക്. പക്ഷേ ഞങ്ങളെ മക്കളതേ നല്ല ഉറക്കമായി. അവൾ ഉറങ്ങി നീറ്റപ്പോഴേക്കും ഏകദേശം പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. പിന്നെ ഇവർ നമ്മുടെ മല്ലു ഫാമിലിയിലെ പിള്ളേർ, നമ്മുടെ കണ്ണനും എവമോളും, ഇവരുമായിട്ട് കളിച്ചുകൊണ്ട് ഇറക്കലായിരുന്നു കല്ലുവിന് പരിപാടി. അവരും ഒന്ന് വെയിലൊക്കെ താന്നപ്പോഴാട്ടോ പുറത്തേക്ക് ഇറങ്ങിയതും. നല്ല വെയിലായിരുന്നു അവിടെ, അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ പ്രത്യേകിച്ച് പ്രോഗ്രാംസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. കല്ലൂസ് പിന്നെ വില്ലാളി വീരയാവുന്നതുകൊണ്ട് വല്ലാതെ പിന്നെ അവിടെ നിൽക്കാനും നിന്നില്ല. ഞങ്ങളൊരു 9:30 ഒക്കെ ആയപ്പോൾ ഇറങ്ങി. ഇതോടുകൂടി നമ്മുടെ വയനാടിൻ്റെ ഹൗസ് വാമിങ്ങും കഴിഞ്ഞു, നമ്മുടെ വീഡിയോയും കഴിഞ്ഞു. ടാറ്റാ.